നീലേശ്വരം ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന മലയാറ്റൂർ വള്ളംകളി മത്സരം ഒക്ടോബർ 2-ന് ആയിരങ്ങൾ അണിനിരക്കുന്ന ജലഘോഷയാത്രയ്ക്ക് ശേഷമാകും വള്ളംകളി മത്സരം ആരംഭിക്കുന്നതെന്ന് സംഘാടകർ. കേരളത്തിലെ പ്രമുഖരായ 8 ടീമുകൾ മത്സരത്തിൽ മാറ്റുരയ്ക്കും. നീലേശ്വരം ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന മലയാറ്റൂർ വള്ളംകളി മത്സരം ഒക്ടോബർ 2-ന് മലയാറ്റൂർ മണപ്പാട്ടുചിറയിൽ നടക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കേരളത്തിലെ പ്രമുഖ ടീമുകൾ മത്സരത്തിൽ പങ്കെടുക്കും. ആയിരങ്ങളെ അണിനിരത്തി ഉച്ചയ്ക്ക് 2:30 ആരംഭിക്കുന്ന ജലഘോഷയാത്രയ്ക്ക് ശേഷമായിരിക്കും വള്ളംകളി മത്സരം നടക്കുക. MLA റോജി M. ജോണിനെ ചെയർമാനായും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോയ് അവോക്കാരനെ കൺവീനറായും MP ബെന്നി ബെഹന്നാൻ, മുൻ MLA-മാരായ PJ ജോയി, ജോസ് തെറ്റയിൽ, മലയാറ്റൂർ ഇടവക വികാരി റവറന്റ് ഫാദർ ജോസ് ഉഴലക്കാട്ട്, വിമലഗിരി ഇടവക വികാരി റവറന്റ് ഫാദർ പോൾ പടയാട്ടി, മലയാറ്റൂർ SNDP ശാഖ പ്രസിഡന്റ് വിനയകുമാർ, KPMS പ്രസിഡന്റ് മോഹനൻ എന്നിവരെ രക്ഷാധികാരികളായും ജനപ്രതിനിധികളെയും സർവകക്ഷി നേതാക്കളെയും മറ്റ് കമ്മിറ്റി അംഗങ്ങളായും ഇതിനായി തിരഞ്ഞെടുത്തു. വള്ളംകളിയുടെ ലോഗോ പ്രകാശനം സെപ്റ്റംബർ 30 നടക്കും. വള്ളംകളിക്ക് 8 ടീമുകളാണ് മത്സര രംഗത്തുള്ളത്. ഇതിന്റെ ഭാഗമായി സമീപ പ്രദേശങ്ങളിലൂടെ ബൈക്ക് റാലിയും സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. ഒന്നാം സമ്മാനം 25,000 രൂപ തുടങ്ങി മറ്റ് സമ്മാനങ്ങളും നൽകും. സംഘാടക സമിതി ചെയർമാനും MLA-യുമായ റോജി M. ജോൺ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും കൺവീനറുമായ ജോയി അവോക്കാരൻ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കൊച്ചിതൃശ്യ തങ്കച്ചൻ, ജില്ലാ പഞ്ചായത്ത് അംഗം അനിമോൾ ബേബി, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലൈജി ബിജു, പഞ്ചായത്ത് മെമ്പർമാർ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. അന്താരാഷ്ട്ര തീർത്ഥാടന കേന്ദ്രമായിട്ടുള്ള മലയാറ്റൂരും അതുപോലെ തന്നെ മണപ്പാട്ടുചിറയും ഒക്കെ ഇതിനോടകം തന്നെ കേരളത്തിനകത്തും പുറത്തുമൊക്കെ എല്ലാവരുടെയും ശ്രദ്ധ പിടിച്ചുപറ്റിയിട്ടുള്ള ഒരു തീർത്ഥാടന കേന്ദ്രവും ടൂറിസ്റ്റ് കേന്ദ്രവും ഒക്കെയാണ്. മലയാറ്റൂരിലേക്ക് കൂടുതൽ ആളുകളെ പല ഭാഗങ്ങളിൽ നിന്നും ആകർഷിക്കുവാൻ ഉതകുന്ന തരത്തിലുള്ള പരിപാടികൾ ആവിഷ്കരിക്കുക എന്നുള്ളത് കഴിഞ്ഞ കുറേ നാളുകളായി നമ്മൾ ചെയ്തു വരുന്നതാണ്. മലയാറ്റൂർ മണപ്പാട്ടുചിറയിലെ ഒരു വള്ളംകളി നടത്തണം എന്നുള്ള ഒരു നിർദ്ദേശം ഉയർന്നു വരികയും ഒരു ആശയം ഉയർന്നു വരികയും അത് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ എല്ലാ വിഭാഗം ആളുകളുമായിട്ട് ഇവിടെ ചർച്ച ചെയ്തുകൊണ്ട് ഒരു വള്ളംകളി അവിടെ നടത്തുവാനായിട്ടുള്ള ഒരു പൊതു തീരുമാനം കൈക്കൊള്ളുകയും ചെയ്തു. ഒക്ടോബർ 2 ഉച്ചയ്ക്ക് ശേഷം 2:30 മണിക്ക് മലയാറ്റൂർ മണപ്പാട്ടുചിറയിലെ വള്ളംകളി മത്സരം നടത്തുവാനായിട്ടാണ് തീരുമാനിച്ചിരിക്കുന്നത്. 12 പേര് തുഴയുന്ന ചെറുവള്ളങ്ങൾ 8 വള്ളങ്ങൾ അവിടെ കൊണ്ടുവന്ന് ആ 8 വള്ളങ്ങളെ വെച്ചുകൊണ്ടിട്ടുള്ള വിപുലമായ ഒരു വള്ളംകളി മത്സരവും അതുപോലെ തന്നെ അതിന് മുന്നോടിയായിട്ടുള്ള ഒരു ജലഘോഷയാത്രയുമാണ് നമ്മൾ മലയാറ്റൂരിൽ ഈ വരുന്ന ഒക്ടോബർ 2 നടത്തുവാനായിട്ട് ആലോചിച്ചിരിക്കുന്നത്. നമുക്ക് ഉച്ചയ്ക്ക് 2:30 മണി മുതൽ വൈകുന്നേരം ഒരു 5:30-6 മണി വരെ നീണ്ടു നിൽക്കുന്ന തരത്തിൽ പല മത്സരങ്ങൾ നടത്തി ഏറ്റവും ഒടുവിൽ അതിന്റെ സെമി ഫൈനലും ഫൈനലും ഒക്കെ നടത്തി വിജയികളെ കണ്ടെത്തുന്ന തരത്തിലാണ് ഈ മത്സരം ക്രമീകരിച്ചിരിക്കുന്നത്. എല്ലാവരും നമ്മുടെ നാടിനെ സന്തോഷത്തിലാണ്. ഈ ഒരു അവസരത്തിൽ വള്ളംകളിയിൽ നിന്ന് തന്നെ കേട്ടപ്പോൾ തന്നെ ജനം വളരെ സന്തോഷമായിരിക്കുകയാണ്. കാരണം ആദ്യമായിട്ട് വള്ളംകളി കാണുന്ന ഈ തലമുറയ്ക്ക് നമ്മുടെ നാട്ടിൽ വള്ളംകളി കാണാനുള്ള ഒരു ആഗ്രഹം എല്ലാവരും എന്നാ തുടങ്ങണമെന്നാണ് എല്ലാവരുടെയും ചോദ്യം. നമ്മൾ ഒക്ടോബർ 2 എല്ലാവർക്കും സ്വീകാര്യപ്രദമായ ഒരു ദിവസമാണ് നമ്മൾ കണ്ടെത്തിയിരിക്കുന്നത്. അന്ന് അവധി ദിനമാണ്, ഗാന്ധി ജയന്തി അവധി ദിനമായതുകൊണ്ട് തന്നെ എല്ലാവർക്കും അത് കാണാനും ആസ്വദിക്കാനും പറ്റിയ ഒരു ദിവസം കൂടിയാണ് നമ്മൾ കണ്ടെത്തിയിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കാലടി. കൊപ്പറമ്പിൽ ആയുർവേദിക് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ. ഉഴിച്ചിൽ, ലൂംബ സ്പോണ്ടിലൈറ്റിസ്, സെർവിക്കൽ സ്പോണ്ടിലൈറ്റിസ്, ഡിസ്ക് ബൾജിംഗ് കൊണ്ടുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ എന്നിവ ചികിത്സിക്കാൻ വിദഗ്ധരായ ഡോക്ടർമാർ. കൊപ്പറമ്പിൽ ആയുർവേദിക് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ.